കണക്ക് ഒരു വിഷമമുള്ള വിഷയമല്ല. പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ, പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചാൽ. പാപ്പിയോൺ സൊല്യൂഷൻസിൻ്റെ മാത്ത് മാജിക് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഇതൊന്ന് വായിച്ചേ. മാത്തമാറ്റിക്സിൽ ഇതിനെ 5 എന്ന് വായിക്കും, അല്ലെങ്കിൽ 5 എന്ന്. എൻ്റെ ഒരു സംശയം ഇതാണ്, ഈ 5 ഒരു അക്കമാണോ അതോ ഒരു സംഖ്യയാണോ, ഒരു നമ്പറാണോ അതോ ഡിജിറ്റാണോ? എന്താണ് അക്കങ്ങളും സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം? കണക്കിൽ അക്കങ്ങളാണോ കൂടുതലുള്ളത് അതോ സംഖ്യകളാണോ കൂടുതലുള്ളത്? ഒരു സംശയം തോന്നുന്നുണ്ടല്ലേ? അധ്യാപകർക്ക് മാത്രമല്ല, കുട്ടികൾക്ക് മാത്രമല്ല, മിക്കവാറും ആൾക്കാർക്കൊക്കെ തന്നെ ഈ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അടിസ്ഥാന ഗണിതാശയങ്ങൾ കുട്ടികളിൽ വളർന്നു വന്നില്ലെങ്കിൽ ആ കുട്ടികൾ ഗണിതശാസ്ത്രത്തിൽ വളരെ പ്രയാസമുള്ള കുട്ടികളായി മാറും. NEP 2020 പറയുന്നത് കുട്ടികളിൽ ലിറ്ററസി, ന്യൂമറസി ഉറപ്പുവരുത്തണമെന്നാണ്. ഈ തരം അടിസ്ഥാന ഗണിതാശയങ്ങളിലെ കുട്ടികളേക്ക് എത്തിക്കാൻ അധ്യാപകരെ പ്രാപ്തരാക്കണ്ടേ? pre-KG മുതൽ 5ാം തരം വരെയുള്ള മുഴുവൻ ഗണിതശാസ്ത്ര അധ്യാപകർക്കും അടിസ്ഥാന ഗണിതാശയങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നതിനും ആ ഗണിതാശയങ്ങൾ എങ്ങനെ ഫലപ്രദമായി കുട്ടികളിലേക്ക് എത്തിക്കാമെന്നും വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന 4 ദിവസത്തെ ഒരു ഓൺലൈൻ പ്രോഗ്രാംസ് പാപ്പിയോൺ സൊല്യൂഷൻസ് സംഘടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും, ഗണിതശാസ്ത്ര അധ്യാപകർക്ക് എല്ലാവർക്കും ഈ ഒരു പരിപാടി വളരെ പ്രയോജനപ്രദമായി തീരും. കണക്ക് ഒരു വിഷമമുള്ള വിഷയമല്ല. പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ, പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെല്ലാം ഗണിതശാസ്ത്രത്തിലെ മിടുക്കരായി മാറാൻ ഒരു പഠന രീതി കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഈ പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ പറയുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. താങ്ക് യു.